റഷ്യ യുക്രൈൻ പ്രതിനിധികൾ തമ്മിൽ നടത്തിയ ചർച്ചകളിലും പുരോഗതി ഉണ്ടാകാതിരുന്നതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ നടന്ന സമാധാന ചർച്ചകൾ നിർണായക ഘട്ടത്തിൽ. ഇപ്പോഴിതാ വെടിനിർത്തൽ സംബന്ധിച്ച് റഷ്യയും ഉക്രൈനും തമ്മിൽ ഉടൻ ചർച്ചകൾ ആരംഭിക്കുമെന്ന നിർണായക പ്രഖ്യാപനമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ഫോണിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി 2 മണിക്കൂറോളം ട്രംപ് സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ സംബന്ധിച്ച് പുടിനുമായി ഈ വർഷം ട്രംപ് നടത്തുന്ന 3ാമത്തെ ഫോൺ സംഭാഷണമാണിത്. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി വൈറ്റ് ഹൌസിൽ ഉൾപ്പെടെ ട്രംപ് ചർച്ചകൾ നടത്തിയിരുന്നു. ചർച്ചകളോട് അനുകൂലമായ മനോഭാവമാണ് പുടിൻ പ്രകടിപ്പിച്ചതെന്നും ട്രംപ് പറഞ്ഞു. യുദ്ധം അവസാനിക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ചർച്ചയെന്നും ചർച്ചയുടെ വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ചർച്ചയ്ക്ക് മുൻകൈയെടുത്തതിന് ട്രംപിന് പുടിൻ നന്ദി പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ശരിയായ പാതയിലാണെന്നും സമാധാന കരാറിനായി ഉക്രൈനുമായി ചേർന്ന് കരട് രേഖയുണ്ടാക്കാൻ തയ്യാറാണെന്നും പുടിൻ വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസ്, ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് എന്നിവരുമായും ട്രംപ് ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ഉടൻ ആരംഭിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചത്. സമാധാന ചർച്ചകൾക്ക് വത്തിക്കാൻ ആതിഥേയം വഹിക്കാനുള്ള ലിയോ 16 മാർപ്പാപ്പയുടെ വാഗ്ദാനം അമേരിക്കയും യൂറോപ്യൻ നേതാക്കളും സ്വാഗതം ചെയ്തതായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ഈ മാസം ആദ്യം തുർക്കിയിൽ വെച്ച് സമാധാന ചർച്ചകൾ നടത്താമെന്ന സെലൻസ്കിയുടെ നിർദ്ദേശം പുടിൻ തള്ളിക്കളഞ്ഞിരുന്നു. അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന പുടിന്റെ പ്രസ്താവനകളെ ഉക്രൈൻ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത്. സമാധാനം ആഗ്രഹിക്കുന്നുവെന്ന പുടിന്റെ പ്രസ്താവനകൾ പൊള്ളയാണെന്ന് സെലൻസ്കി മുൻപ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഉക്രൈനിൽ ഒരു മിനി ബസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 9 പേർ ഉൾപ്പെടെ സമീപ ദിവസങ്ങളിൽ റഷ്യ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 10 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇത് റഷ്യ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ തെളിവാണെന്ന് ഉക്രൈൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2022 ഫെബ്രുവരി 24 റഷ്യ ഉക്രൈനിൽ അധിനിവേശം ആക്രമിച്ചത്. യുദ്ധത്തിൽ നിരവധി സൈനികരെയാണ് ഇരുപക്ഷത്തും നഷ്ടമായത്. ഉക്രൈനിൽ സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകൾ റഷ്യയുടെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു.